മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട ഇന്ന് തുറക്കും. മണ്ഡലപൂജയ്ക്ക് ശേഷം ബുധനാഴ്ച ഇരുവരാസനം പാടി അടച്ച ശ്രീകോവിൽ വൈകിട്ട് 5 മണിക്കാണ് തുറക്കുന്നത്. ജനുവരി 13 വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും. ജനുവരി 14 രാവിലെ ബിംബ ശുദ്ധിക്രിയകളും ഉണ്ടാകും. ജനുവരി 15 മകരവിളക്ക്. അന്ന് പുലർച്ചെ 2:46 മകരസംക്രമ പൂജ നടക്കും. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ശബരിമല നട ഇന്ന് വീണ്ടും തുറക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭക്തജന സാന്നിധ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ എന്തൊക്കെ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്, ഒപ്പം എത്രത്തോളം സൗകര്യങ്ങൾ എത്തുന്ന ഭക്തർക്കായി ഒരുക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുമുണ്ട്. കെ പി മകര മണ്ഡല പൂജ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ശബരിമല നട അടച്ചത്. ഈ ശബരിമല നട ഇന്ന് മകര സംക്രമ പൂജകൾക്കായിട്ട് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത്. ഈ 5 മണിയോടുകൂടി തന്നെയായിരിക്കും ഭക്തർക്കും ശബരിമലയിലേക്ക് പ്രവേശനം ഉണ്ടാവുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഭക്തർക്ക് ശബരിമലയിലേക്ക് പ്രവേശനം ഉണ്ടാവുക എന്നുള്ളൊരു വിവരമാണ് ഏതായാലും ലഭിക്കുന്നത്. നിലവിൽ 15-ാം തീയതിയാണ് മകരസംക്രമം. ജനുവരി 15-നാണ് മകരവിളക്ക് നടക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ജനുവരി 13-ന് ശബരിമലയിൽ ശുദ്ധിക്രിയകൾ നടക്കും. 13-നാണ് പ്രസാദ ശുദ്ധിക്രിയ നടക്കുന്നത്. ഒപ്പം തന്നെ 13-ാം തീയതി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എരുമേലിപ്പേട്ട തുള്ളൽ, അത് ജനുവരി 12-ാം തീയതിയാണ് നടക്കുന്നത്. ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ജനുവരി 13-നും പുറപ്പെടും. 15-ാം തീയതി രാവിലെ 2:46-നാണ് നിലവിൽ മകരസംക്രമ പൂജക്കായിട്ടുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമല മേൽശാന്തി അടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഏതായാലും മകരസംക്രമ പൂജകൾക്കായിട്ട് ശബരിമല നട തുറക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും പുലർത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ മണ്ഡല പൂജ അവസാനിക്കുന്ന ദിവസം ദേവസ്വം മന്ത്രി അടക്കം ശബരിമലയിൽ സന്ദർശനം നടത്തിയിരുന്നു. നിലവിലുള്ള സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞത്, നിലവിൽ മണ്ഡല പൂജയുടെ സമയത്ത് ചില അസൗകര്യങ്ങൾ ഭക്തർക്ക് അനുഭവപ്പെടുകയുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മകരവിളക്ക് ഉത്സവ കാലഘട്ടമായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും മന്ത്രിയും ഉറപ്പ് തന്നിട്ടുള്ളത്. നേരത്തെ ഈ ഭക്തർക്ക് നേരിടേണ്ടി വന്നിട്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, തിരക്ക് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണം ശബരിമലയിൽ ഈ മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ട് ഒരുക്കും എന്നുള്ളൊരു വിവരം തന്നെയാണ് ഏതായാലും നേരത്തെ ദേവസ്വം ബോർഡും പങ്കുവച്ചിരിക്കുന്നത്. കിരൺ, ഇത്തരത്തിലുള്ള മതിയായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറയുന്നതല്ലാതെ നമുക്കറിയാം, കിരൺ പറഞ്ഞതുപോലെ തന്നെ ഈ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരുടെ ഒരു ഒഴുക്ക് സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷവും പ്രതീക്ഷിക്കാം. പക്ഷേ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിലും മതിയായ സംവിധാനങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരുക്കുമെന്ന് പറയുന്നതല്ലാതെ തിരക്ക് നിയന്ത്രിക്കാൻ പോലും നമ്മുടെ പോലീസ് സേനയ്ക്ക് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടതുമാണ്. ഇത് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുമുണ്ട്. സ്വാഭാവികമായി ഈ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും മുഖവിലേക്കെടുക്കാനും നടപടികൾ സ്വീകരിക്കാനുമുള്ളൊരു മനസ്സ് ദേവസ്വം ബോർഡ് കാണിക്കുന്നുണ്ടോ? കെ പി ഈ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ മണ്ഡല പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് 8 മാസം മുമ്പാണ് ശബരിമലയുടെ അവലോകന യോഗം ചേർന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 തവണ യോഗം ചേർന്നതായിട്ടുള്ള കാര്യമാണ് നേരത്തെ ദേവസ്വം മന്ത്രിയും പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ യോഗങ്ങൾ ചേർന്ന് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഈ മണ്ഡലകാലത്തിൻ്റെ അവസാന സമയങ്ങളിൽ തിരക്ക് വർദ്ധിച്ച സമയത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് നേരിടേണ്ടി വന്നത്. മാലയൂരി മടങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ തന്നെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാർക്ക് ഉണ്ടായി. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു മണ്ഡലകാലമാണ് കഴിഞ്ഞുപോയത്. ഈ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ നേരിട്ട് സന്നിധാനത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ ചേരുകയും ചെയ്തത്. ഏതായാലും മന്ത്രി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും എന്നുള്ളൊരു അവകാശവാദം തന്നെ ഏതായാലും മന്ത്രി ഉയർത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് നട തുറക്കുന്ന സമയത്തെല്ലാം
വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടാറ്. ഈ മണ്ഡലകാലത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ എന്തുമാത്രം ഈ കാര്യക്ഷമമായി നേരത്തെ ഒരുക്കിയിട്ടുള്ള ഈ സജ്ജീകരണങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കണ്ടറിയേണ്ടതാണ്. ഇത് നേരത്തെ തന്നെ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അപ്പാടെ തകർന്ന ഒരു സാഹചര്യമായിരുന്നു ശബരിമലയിൽ കണ്ടിരുന്നത്. ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം പോലും നൽകാൻ, അതായത് ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന അയ്യപ്പന്മാരാണ്. ഇവർക്ക് കുടിവെള്ളം പോലും നൽകാനായിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടായില്ല. ചില സ്പോട്ടുകളിൽ, അതായത് ചില കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ കുടിവെള്ളം ലഭിക്കുന്നത്. അത് ഒന്ന് നടപ്പന്തലിന് മുൻപിലാണ്, നടപ്പന്തലിനോട് ചേർന്നുള്ള സ്ഥലത്ത് കുടിവെള്ളമുണ്ട്. പിന്നീട് മരക്കൂട്ടത്ത് ചില ഭാഗങ്ങളിൽ ഇവിടെ വരെ ഭക്തർ കാത്തിരുന്ന് എത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. ഇങ്ങനെ വലിയ ദുർഘടമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. ഇനി വീണ്ടും വലിയ തിരക്ക് വർദ്ധിക്കാൻ പോവുകയാണ്. ഇന്ന് വലിയ തരത്തിലുള്ള തിരക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നിരുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് വരെ പൂർണ്ണമായിട്ടുള്ളൊരു ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായിട്ടുള്ള ഒരു സാഹചര്യം. അതായത് നിലവിൽ ഇപ്പോൾ 80,000-നടുത്ത് ആണ് അനുവദിക്കുന്നത്. ഈ മകരസംക്രമ പൂജയോടനുബന്ധിച്ച് അത് 70,000-ലേക്ക് ചുരുക്കും എന്നും അറിയിച്ചിരുന്നു. കൂടാതെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചത്. അതായത് സർക്കാരോട് കൂടി ആലോചിച്ചതിന് ശേഷം ജനുവരി 15-ന് മകരവിളക്ക് നടക്കുന്ന സമയത്തേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിച്ച് അത് 15,000-ലേക്ക് എത്തിക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം സർക്കാരുമായി കൂടിയാലോചിച്ച് എടുക്കും എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത്. ഏതായാലും ആ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. എന്നിരുന്നാൽ പോലും വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ വലിയ തരത്തിലുള്ള വർധനമുണ്ടായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അത് നിലവിൽ ഫില്ലായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ 1,00,000-ലധികം അടുത്ത അയ്യപ്പന്മാർ ഈ വരും ദിവസങ്ങളിലും ശബരിമലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ എത്രമാത്രം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും നിലവിൽ ഇപ്പോൾ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നത്. കെ പി. യെസ്, ശബരിമലയിൽ നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.